ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. നമ്മുടെ ഈ സെൽഫ് ഡെവലപ്മെന്റ് ജേണിയിൽ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യും. മെയിൻലി അതെന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിൽ എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഇന്റേണലി നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിൽ തന്നെ മെയിൻലി പറയുകയാണെങ്കിൽ അഡിക്ഷൻസ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അഡിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അഡിക്ഷൻസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് അവെയറും ആയിരിക്കില്ല. അതുപോലെ അത് കൺട്രോൾ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ചില അഡിക്ഷൻസ് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തത്, ഞാൻ എങ്ങനെയാണ് അതൊരു ഗുഡ് ഹാബിറ്റ് ആയിട്ട് മാറ്റിയത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. +2 ഒക്കെ കഴിഞ്ഞ സമയത്താണ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ജസ്റ്റ് ടൈം പാസിന് സിഗരറ്റ് സ്മോക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമൊക്കെ അത് വെറും ഒരു രസത്തിനായിരുന്നു. പക്ഷേ എൻ്റെ കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് എൻ്റെ ഒരു ശീലമായി മാറിയെന്ന് തന്നെ പറയാം. എൻ്റെ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ഒരു സിസ്റ്റമായിട്ടും സ്മോക്കിംഗ് എന്ന് പറയുന്ന ഹാബിറ്റ് ഭയങ്കര പ്രൊമിനൻ്റ് ആയെന്ന് തന്നെ പറയാം. അതെന്നെ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഒരുപാട് അഫക്റ്റ് ചെയ്തു. പക്ഷേ അത് ചേഞ്ച് ചെയ്യണം, അത് സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് എൻ്റെ മനസ്സിൽ ചിന്തയാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ ഓരോ വട്ടം ആ തോട്ടിന് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുമ്പോഴും അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്രേവിങ്ങും കൂടി വരും. ഇത് സ്മോക്കിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാനങ്ങനെ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ലൈനിൽ കോൺടാക്ട് ചെയ്തു, ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് എഫക്റ്റീവ് ആയിരുന്നു. ഞാനിത് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുള്ള ഭയങ്കര ഗൂഢമായിട്ടുള്ള ചിന്തയിലായിരുന്നു. അപ്പോഴാണ് പിങ്ക് എലിഫന്റ് എഫക്റ്റിനെ കുറിച്ച് ഞാൻ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ ചിന്ത കൂടിക്കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു വോയിഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് സ്മോക്കിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ ചിന്തകളും ക്രിയേറ്റിങ്ങും കൂടി വരും. നമ്മളൊരു പിങ്ക് എലിഫന്റിനെ കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറയുന്ന പോലെയാണിത്. പക്ഷേ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യം കൊണ്ട് തന്നെ റീപ്ലേസ് ചെയ്യുക. അതായത് പിങ്ക് എലിഫന്റിനെ കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറയുന്നതിന് പകരം ഒരു നോർമൽ എലിഫന്റിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. പിങ്ക് എലിഫന്റ് അവിടെ ഉണ്ടെങ്കിലും നമ്മുടെ അറ്റൻഷൻ കൂടുതൽ പോകുന്നത് ആ നോർമൽ ആയിട്ടുള്ള കാര്യത്തിലേക്കായിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ടൈം പ്രോഗ്രസ് ചെയ്യുന്നതോറും അത് സ്ട്രോങ് ആയി ആ അറ്റൻഷൻ കൂടി വരും. നമ്മുടെ ഈ ബാഡ് ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ഗുഡ് ഹാബിറ്റ് കൊണ്ട് സ്വാപ്പ് ചെയ്യുക. അതായത് നമ്മൾ ബാഡ് ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ അന്ന് ദിവസം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നമ്മളൊരു പുതിയ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം വർക്കൗട്ട് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഡാൻസിങ് പഠിക്കാൻ പോകാം, അല്ലെങ്കിൽ ആർട്സ് പഠിക്കാം, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാം. ഞാൻ എൻ്റെ സ്മോക്കിംഗ് ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. സോ എൻ്റെ ക്രേവിങ്സ് വളരെയധികം കുറഞ്ഞു. ഞാൻ കൂടുതൽ എൻ്റെ അറ്റൻഷൻ കണ്ടന്റ് ക്രിയേഷനിലേക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബാഡ് ഹാബിറ്റ് ഒരു ഗുഡ് ഹാബിറ്റ് കൊണ്ട് സ്വാപ്പാണ് ചെയ്തത്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു ബാഡ് ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ആ ബാഡ് ഹാബിറ്റിന് ഉറപ്പായിട്ട് ഒരു ഗുഡ് ഹാബിറ്റ് കൊണ്ട് സ്വാപ്പ് ചെയ്യുക. ആദ്യമൊക്കെ നമുക്ക് ചെറിയ ക്രേവിംഗ് ഉണ്ടാവുമെങ്കിലും നമ്മളുടെ അറ്റൻഷൻ കൂടുതൽ പോകുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പുതിയ കാര്യത്തിലേക്കായിരിക്കും. അങ്ങനെ ടൈം പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുകയും നമുക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടി വരുന്നത്, കോൺഫിഡൻസ് കൂടി വരുന്നത് പോലെ മനസ്സിലാവും. സോ എന്നെപ്പോലെ നിങ്ങളൊരു സെൽഫ് ഡെവലപ്മെൻറ്റ് ജേണിയിലാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ അഡിക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു ഗുഡ് ഹാബിറ്റ് കൊണ്ട് സ്വാപ്പ് ചെയ്യുക. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. സോ നിങ്ങളിങ്ങനെ പല രീതിയിൽ അഡിക്ഷൻസ് അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ മെത്തേഡ് വേറെ ഒന്നും ട്രൈ ഔട്ട് ആവുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലെറ്റ്സ് ഗ്രോ ടുഗദർ.